ഈ ഹൈപ്പ് എന്ന് പറയുന്നൊരു സാധനം തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് എനിക്ക് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന എന്താണ് എക്സ്പെക്റ്റേഷൻ. സോ എക്സ്പെക്റ്റേഷൻ വയ്ക്കുമ്പോൾ നമ്മൾ തന്നെ ഓരോ സാധനങ്ങൾ നമ്മളിങ്ങനെ ആലോചിച്ച് കൂട്ടും. ഇതിങ്ങനെയായിരിക്കും, ഇത് അങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു പടം കാണാൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ്റെ അയലക്കത്ത് പോലും എത്താത്തൊരു സാധനം വരുമ്പോഴത്തേക്കും നമുക്ക് എന്തായിരിക്കും തിരിച്ച് റിട്ടേൺ കിട്ടുന്നത്? നിരാശ മാത്രമായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ ഹൈപ്പ് എപ്പോഴും നല്ലൊരു സാധനമല്ല. ഹൈപ്പ് വലിയൊരു വില്ലനായിട്ട് എനിക്ക് ഒത്തിരി ജസ്റ്റ് സിനിമയുടെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ തന്നെ നമ്മൾ എന്തൊരു കാര്യം വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഹൈപ്പ് നല്ലൊരു കാര്യമല്ല. അത് ഞാൻ എന്തുകൊണ്ടാണ് സലാറിൽ പറഞ്ഞത് എന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങൾക്ക് തന്നെ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ കാണിച്ച ഹൈപ്പിന് അത്രയും പടം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്കില്ല. പക്ഷെ എന്നിരുന്നാലും പടം നല്ലതാണോ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം കാണാനുള്ള നല്ല പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഒത്തിരി ഓവർ എക്സ്പെക്റ്റ് ചെയ്ത് KGF ആണ് അല്ലെങ്കിൽ അടുത്ത ഗെയിം ഓഫ് ത്രോൺസ് ആണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പോയി കണ്ടു കഴിഞ്ഞാൽ അത് സത്യം തന്നെ ഒരു നിരാശ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രശാന്ത് നീലായിട്ട് നമ്മളോട് ഒത്തിരി ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അടുത്ത KGFൻ്റെ യൂണിവേഴ്സിൽ തന്നെ വരുന്ന പടമാണ്, മറ്റാണ്, ആനയാണ് ചേനയാണ്, ഗെയിം ഓഫ് ത്രോൺസ് പോലെ വലിയൊരു ഫ്രാഞ്ചൈസിയാണ് പുള്ളി ഉണ്ടാകാൻ പോണേ. പുള്ളി അതൊക്കെ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതൊരു ഈ സിനിമ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്നിരുന്നാലും അത്യാവശ്യം തെറ്റില്ലാതെ ഒരു പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഫാമിലി ആയിട്ട് തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പടമായിട്ടാണ് എനിക്ക് സലാർ കണ്ടതിനപ്പോൾ എനിക്ക് തോന്നിയത്. ഇതാണ് ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള ഷോർട്ട് സമ്മറി. അപ്പം നമുക്ക് റിവ്യൂയിലേക്ക് കിടക്കാം. സോ എന്താണ് നമുക്ക് പ്രശാന്ത് നീലിൻ്റെ സലാർ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ കൂടി നമുക്ക് ലഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ തന്നെ സിനിമയായിട്ടുള്ള ഉഗ്രാം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായിരുന്നു. പിന്നെ KGF നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. സോ എന്താണ് സലാർ സിനിമയുടെ കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് സിനിമയും കൂടി മിക്സ് ആയിക്കിനെ എന്തായിരിക്കും നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നത്, അത് തന്നെയാണ് നമുക്ക് സലാറിൽ കൂടി നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു എക്സ് ഫാക്ടറും കൂടി ഉണ്ട് ഇതിനകത്ത്. കാരണം പുള്ളിക്കാരൻ ഫ്രാഞ്ചൈസിയാണ് ബിൽഡ് ചെയ്യണമെന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അല്ല ജസ്റ്റ് ഒരു പടമായിട്ടല്ല, നമുക്ക് KGFൽ കണ്ടിട്ടുള്ളത് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ KGF പോലെ സലാർ ഒരു ഫ്രാഞ്ചൈസി ആക്കാൻ ശ്രമിച്ചതിൻ്റെ ഒത്തിരി സാധനങ്ങൾ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അവർ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നൊരു സാധനം തന്നെയാണ് ഇത് ഗെയിം ഓഫ് ത്രോൺസ് ലെവലിലായിരിക്കും ഈ ഒരു സിനിമ എന്നൊക്കെയുള്ളൊരു കാര്യം. പക്ഷേ ഗെയിം ഓഫ് ത്രോൺസ് ആയിട്ട് ചെറിയൊരു സിമിലാരിറ്റി ഉള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇത്രയേ പറയുള്ളൂ. പടം സ്ലോ ബേൺ ആയിട്ടാണ് പടം പോകുന്നത്. പടത്തിന് ചില രീതിയിലൊക്കെ നല്ല രീതിയിൽ തന്നെ ലാഗും നമുക്ക് ലഭിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ പടത്തിനകത്ത് ഇവർ ഒത്തിരി സാധനങ്ങൾ ബിൽഡപ്പ് ചെയ്ത് നമ്മളെ ഉണ്ടാക്കി തരുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഇതാണ്, മറ്റാണ്, മറിച്ചാണ്, അതായത് നമുക്ക് ഓൾറെഡി നമുക്കൊരു ഹൈപ്പ് ഉണ്ട്. അത് കൂടാതെ തന്നെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ ബിൽഡപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നത് പോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഞാൻ പറയുന്ന സ്നൈഡറിൻ്റെ ബാറ്റ്മാൻ vs സൂപ്പർമാൻ എന്ന് പറഞ്ഞ സിനിമയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്തായിരുന്നു? ബാറ്റ്മാനും സൂപ്പർമാനും തമ്മിട്ടുള്ളൊരു ഫൈറ്റ്. പക്ഷെ ആ ഒരു ഫൈറ്റിന് വേണ്ടി അവർ എത്രത്തോളം ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് തന്നെയാണ് നമുക്ക് സത്യം പറഞ്ഞാൽ സലാർ സിനിമയുടെ ഈ പാർട്ട് 1 നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്ന വലിയൊരു കാര്യം അത് തന്നെയായിരുന്നു. ആൻഡ് അത് അവർക്ക് നന്നാക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സിനിമയുടെ ഏറ്റവും കിടിലനായിട്ടുള്ളൊരു കാര്യം ഡയറക്ഷൻ വേറെ ലെവലാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ആക്ഷൻ മാസ് പടത്തിനകത്ത് എത്ര കിടിലനായിട്ട് ഡയറക്റ്റ് ചെയ്യാനോ പറ്റും അത്രയും സൂപ്പറായിട്ട് തന്നെ പ്രശാന്ത് നീൽ ഇതിനകത്ത് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാൻസാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേൾഡ് കാണിക്കുന്നതും ആ വേൾഡ് ഡീറ്റെയിൽ, കളർ ഗ്രേഡിങ്, അതുകൂടാതെ തന്നെ KGFൻ്റെ വൈബ് ത്രൂ ഔട്ട് സിനിമയ്ക്കകത്തുണ്ട്. കാരണം അവർ നമ്മളെ ട്രെയിലറിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ജുറാസിക് പാർക്കാണ് വരുന്നത് എന്നൊക്കെയുള്ളൊരു കാര്യം. പക്ഷേ ആ ഡയലോഗ് ഞാൻ സിനിമ കേട്ടില്ലായിരുന്നു. എന്ത് പറഞ്ഞാലും ആ ഒരു വൈബ് അവർക്ക് ഇതിനകത്ത് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പടത്തിൻ്റെ BGM ഒരു രക്ഷയില്ലാത്തൊരു കാര്യം തന്നെയാണ്. BGM വളരെ കിടിലനായിട്ട് തന്നെ അവർക്ക് ഇതിനകത്ത് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് സലാർ സിനിമയുടെ ക്യാരക്ടേഴ്സിലേക്ക് തന്നെ നമുക്ക് പോകാം. കാരണം പല ഇൻ്റർവ്യൂവിനകത്ത് നമ്മൾ കേട്ടുള്ളൊരു കാര്യം തന്നെയാണ് രാജുവേട്ടനില്ലാതെ ഈ ഒരു സിനിമ ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു എന്നുള്ളൊരു കാര്യം തന്നെ. ആൻഡ് അതിൻ്റെ ആൻസർ എന്താണെന്നുള്ളൊരു കാര്യം നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അത് രാജുവേട്ടൻ്റെ ഇൻട്രോ മുതൽ തന്നെയാണെങ്കിലും എനിക്ക് പ്രഭാസിനെക്കാളും കുറച്ചും കൂടി കിടിലനായിട്ടുള്ള ഇൻട്രോ എനിക്ക് തോന്നിയത് പൃഥ്വിരാജിൻ്റെ തന്നെയായിരുന്നു. ആൻഡ് പൃഥ്വിരാജ് ആസ് ഒരു ആക്ടർ പുള്ളിക്കാരൻ്റെ പൊട്ടൻഷ്യൽ എന്താണെന്നൊരു കാര്യം മനസ്സിലാക്കി തന്നെയാണ് പ്രശാന്ത് നീൽ ഇതിനകത്ത് ഡയറക്ഷനും ചെയ്തിട്ടുള്ളത്. ആൻഡ് പൃഥ്വിരാജ് വളരെ നല്ല കിടിലനായിട്ടുള്ളൊരു ആൻറ്റോഗണിസ്റ്റ് ക്യാരക്ടറായിട്ട് നമ്മൾ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ആസ് ഒരു ക്യാരക്ടർ രാജുവേട്ടൻ കൊടുത്തിട്ടുള്ള റോള് പുള്ളിക്കാരൻ കിടിലനായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്രഭാസിലേക്ക് വരാം. എൻ്റെ പൊന്നെ, ഞാൻ എന്താ പ്രഭാസിനെ കുറിച്ച് പറയേണ്ടത്? കാരണം എന്ന് പറഞ്ഞാൽ
ബാഹുബലി സത്യം പറഞ്ഞാൽ പുള്ളിക്ക് കിട്ടിയ ലോട്ടറി ആണെന്ന് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അതിനുശേഷം പുള്ളിയുടെ കരിയർ തന്നെ നിങ്ങൾ എടുത്ത് നോക്കുക, എല്ലാം ഫ്ലോപ്പ് അല്ലാതെ നമുക്ക് വേറൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ലാസ്റ്റ് ഇറങ്ങിയ ആദിപുരുഷൻ വരെ എൻ്റെ പൊന്നോ, എനിക്ക് ആ പടം ഞാൻ സത്യം പറഞ്ഞാൽ ചുമ്മാ ഇരിക്കുമ്പോൾ എനിക്ക് ഏതെങ്കിലും ഒരു പൊട്ടപ്പടം കണ്ട് ചിരിക്കണം എന്ന് വയ്ക്കുമ്പോൾ ഞാൻ ഒന്നും കൂടി ആദിപുരുഷ് എടുത്ത് കാണാറുണ്ട്. കാരണം അത്രയും ക്രിഞ്ച് വർത്തിയായിരുന്നു ആദിപുരുഷ്. ആൻഡ് സോ ബേസിക്കലി ആസ് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നോക്കിയാൽ പ്രഭാസിന് നല്ല പടം വേറെ ഒന്നും കിട്ടിയിട്ടില്ല. എന്താണെങ്കിലും ആ ഒരു കാര്യം സലാറിൽ തിരുത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് ബാഹുബലിയിൽ ഏത് ലെവലിലായിരുന്നു നമ്മൾ പ്രഭാസ് എന്ന് പറഞ്ഞ ഈ ഒരു ആക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നേ, അതിലേക്ക് അത്യാവശ്യം പ്രഭാസിന് എത്തിപ്പെടാൻ സാധിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. പാർട്ട് 2 കൂടി എത്തിക്കഴിഞ്ഞാൽ എനിക്കത് ഫുള്ളി കൺഫേം ചെയ്ത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും പ്രഭാസ് ഈ ഒരു സിനിമയ്ക്കകത്ത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയാണ്. അത് വെറും സ്ട്രോങ് അല്ല, സൂപ്പർ സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് നമുക്ക് പ്രഭാസിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ആൻഡ് പ്രഭാസിന് സൂപ്പറായിട്ട് തന്നെ അത് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. പ്രഭാസിനെ കുറേ കാലം കൂടിയിട്ടാണ് ഒരു ഡയറക്ടർ ഇത്ര നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നത് നമുക്ക് കാണാനും സാധിച്ചിട്ടുള്ളത്. ഇനി ആക്ഷൻ നമ്മൾ ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു ആക്ഷൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സിനിമയ്ക്കകത്ത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് സാറ്റിസ്ഫൈങ് തന്നെയാണ്. അത് പറയുമ്പോൾ തന്നെ എനിക്ക് ആക്ഷനകത്ത് ഏറ്റവും വലിയൊരു കംപ്ലൈൻറ്റും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, പടം കുറേയധികം രീതിയിൽ നമ്മളെ ബിൽഡപ്പ് ചെയ്താണ് പടം കൊണ്ടുവരുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ആക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഫിലിം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കും, അല്ല ഇത്ര ആക്ഷനേ ഉള്ളോ? അതെനിക്ക് തോന്നിയൊരു കാര്യം തന്നെയാണ്. കാരണം എസ്പെഷ്യലി എൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പടം പെട്ടെന്ന് വന്നിട്ട് അവിടെ നിർത്തിയിട്ട് പറയുക ടാറ്റ ബൈ ബൈ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത പാർട്ടി കാണാമെന്ന്. കാരണം നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്ന ആ ഒരു സമയത്താണ് ഫിലിം വന്ന് നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അതെനിക്ക് എന്താ പറയണ്ടത്, അവർ ബാഹുബലിയിൽ ചെയ്ത പോലെ ഒരു ക്ലിഫ് ഹാങ്ങർ എന്തൊക്കെയോ രീതിയിൽ അവരുണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് ഇതും കൊണ്ടുവന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ബിൽഡപ്പ് ഇല്ലെങ്കിൽ അവർ ഇത്രയും ബിൽഡപ്പ് ഇതിൻ്റെ കൂടെ ഉണ്ടാക്കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചും കൂടി അത് അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം അല്ലാതെ ചുമ്മാ ഇത്രയും കണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ലൈറ്റ് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ വിളിച്ചിരുത്തിയിട്ട് ഇലയിട്ടിട്ട് ചോറില്ല എന്ന് പറയുന്നൊരു അവസ്ഥ പോലെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത് അവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. ബട്ട് ഇൻ ടേംസ് ഓഫ് ആക്ഷൻ്റെ കോറിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായിട്ട് തന്നെ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞ പ്രഭാസിനെ ഞാൻ ഇതേപോലെ ഇത്രയും കിടിലനായിട്ടുള്ളൊരു ആക്ഷൻ സ്റ്റാർ എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല. അത് നമുക്ക് എന്താണ് ഈ ഒരു സിനിമയിൽ കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരം സിനിമ കാണുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് നമുക്ക് എന്താണെങ്കിലും റിസൾട്ട് കിട്ടുന്നുണ്ട്. അത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പടം ലാഗുണ്ട്. പടത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ലാഗുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ പടത്തിൻ്റെ സ്റ്റോറി ടെല്ലിംഗ് അവർ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടത് തന്നെയായിരുന്നു. പിന്നെ ആക്ഷനകത്ത് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സ്നൈഡറിനെ പോലെ തന്നെയായിരുന്നു പ്രശാന്ത് നീൽ ഇതിനകത്ത് ആക്ഷൻ്റെ കുറേ സീനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം കുറേയധികം സ്ലോ മോഷൻ നമുക്ക് ആക്ഷനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പരിധിവരെ ഞാനിങ്ങനെ ആലോചിച്ച് പോയിട്ടുണ്ടായിരുന്നു, സിനിമയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണോ ഇത്രയധികം സ്ലോ മോഷൻ ആക്ഷനകത്ത് കൊണ്ടുവന്നതെന്ന് പോലും എനിക്ക് തോന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അതും ഒരു പരിധിവരെ കുറയ്ക്കാമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവരെ രണ്ടുപേരും രാജുവിനെയും പ്രഭാസിനെയും മാറ്റി നിർത്തിക്കുന്നത് എനിക്ക് സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് ആരെയും എനിക്ക് അത്രയ്ക്ക് വലിയ രീതിയിലൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. ശ്രുതി ഹസനെയൊക്കെ വെറുതെ എന്തോ പഴം വിഴുങ്ങിയ പോലെയാണ് ശ്രുതി ഹസനെയൊക്കെ ഫിലിമിനകത്ത് കൊണ്ടുവന്ന് വെച്ചേക്കണം. പുള്ളിക്കാരിക്കൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും സാധിച്ചിട്ടൊന്നുമില്ല. വേറെ ഒരു ക്യാരക്ടേഴ്സിനെ എനിക്ക് ആക്ച്വലി കെയർ ചെയ്യേണ്ടി വന്നില്ല എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അമ്മയുടെ ക്യാരക്ടറിനൊക്കെ ഇതിനകത്ത് ഭയങ്കര ഒരു പവർഫുള്ളൊക്കെ ആയിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് അത്രയ്ക്ക് നല്ല രീതിയിൽ തന്നെ ചീറ്റിപ്പോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡയലോഗ്സ് എൻ്റെ പോന്നോ KGF നമ്മൾ ഒത്തിരിയധികം കിടിലൻ ഡയലോഗ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സലാറിലേക്ക് വരുമ്പോഴത്തേക്കും സലാറിൻ്റെ ഡയലോഗ്സ് പലതും ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നി. അത്രയും ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഡയലോഗൊന്നും നമുക്ക് സലാറിൽ കൂടി ലഭിച്ചിട്ടുമില്ല. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹെവിലി പാർട്ട് 2 ആണ് അവർ ഈ ഒരു സിനിമ കൊണ്ട് അവർ ടീസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ സിനിമയുടെ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ പാർട്ട് 2 അത് ലഭിക്കുകയുള്ളൂ എന്നാണ് ഡയറക്ടർ പറയുന്നത്, ഞാൻ പറയുന്നല്ല. ആ സിനിമ തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളിങ്ങനെ കൊള്ളാലോ പോലീസ് സാധനം എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പടം തീരും. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് സലാറിനെ കുറിച്ച് എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളൊരു കാര്യം. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. പിന്നെ ഡങ്കിയുടെ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം, നിങ്ങൾക്ക് സലാറാണോ ഇഷ്ടപ്പെട്ട് അതോ ഡങ്കിയാണോ? ഈ രണ്ട് സിനിമ അതോ നിങ്ങൾ ഈ രണ്ട് സിനിമയും പോയി കണ്ടോ? അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ തന്നെയാണ്. എന്നോട് പേഴ്സണലി ചോദിക്കണേ എൻ്റെ ഈ സിനിമയുടെ ഫൈനൽ റേറ്റിംഗ് എത്രയെന്ന് വെച്ചാൽ ഇറ്റ്സ് അബ്സല്യൂട്ട്ലി 7 out of 10. ഇറ്റ്സ് എ സൂപ്പർ ഫിലിം എന്ന് ഞാൻ പറയും. ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ ഈ ഒരു ക്രിസ്മസിന് കാണാൻ പറ്റിയ നല്ലൊരു മാസ് സിനിമയായിട്ട് തന്നെയാണ് സലാർ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഒരു ബ്രഹ്മാണ്ഡ പടം എന്നൊന്നും എനിക്കെന്താണെന്ന് തോന്നിയില്ല. സോ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം. സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.